പ്രശാന്ത് മലവയൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വിമർശനം കേട്ടു. പ്രശാന്ത് മലവയൽ, നിങ്ങൾക്ക് ഒരു തരത്തിലും പങ്കാളിത്തമില്ലാത്തൊരു ടൗൺഷിപ്പാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ ഉയരാൻ പോകുന്നത്. ആ ടൗൺഷിപ്പിന് മുൻപോട്ട് കൂടി ബി ജെ പി നേതാക്കൾ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ടി വരില്ലേ ബി ജെ പി നേതാക്കൾക്ക്? ഒരിക്കലുമില്ല ഡോക്ടർ അരുൺ. ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് മുഴുവൻ കേന്ദ്രം കൊടുത്തിട്ടുള്ള പണമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും സംശയവുമില്ല. കാരണം ഒരു മിനിറ്റേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 111 കോടി രൂപ 530 കോടി രൂപ ഇവർ ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ റോഡിന് വേണ്ടി 87 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. റിവറിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി 65 കോടി അനുവദിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ 21 കോടി രൂപ, മുട്ടിൽ മേപ്പാടി റോഡിന് 60 കോടി രൂപ, ബ്രിഡ്ജിന് 38 കോടി രൂപ, എഡ്യൂക്കേഷന് വേണ്ടി 12 കോടി രൂപ, ഹെൽത്തിന് വേണ്ടി 15 കോടി രൂപ, പവറിന് വേണ്ടി 13.5 കോടി രൂപ, വാട്ടർ 22.50 കോടി രൂപ, റിക്വേഷന് വേണ്ടി 9 കോടി രൂപ, DDMA-ക്ക് 30 കോടി രൂപ, റോഡ് ചൂരൽമല 9 കോടി രൂപ ആയിക്കൊള്ളട്ടെ. ഇതല്ലാതെ ഈ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ, വെറും 25 കോടി. 10-700 കോടി രൂപയുണ്ടല്ലോ. എന്നാൽ ഒരു 100 കോടി രൂപ ചെലവഴിക്കാൻ സാധിക്കാത്തത്? കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ മാനദണ്ഡ പ്രകാരമുള്ള ഈ തുകയല്ലേ എടുത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റേത് തുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1021 പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റിന്റെ പേരിൽ PDNA-യുടെ പേരിൽ കൊടുത്തിരിക്കുന്ന 2021 കോടി രൂപയിൽ നിന്ന് 1 രൂപ കൊടുത്തിട്ട്, വായ്പയല്ലാതെ 1 രൂപ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ പണം എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ ഈ പാവങ്ങൾക്ക് കൊടുത്തു? അത് മാത്രം എന്തിനാ കെട്ടിപ്പിടിച്ചു വെക്കുന്നേ? 700 കോടിയുടെ കാര്യമാണ് ഗവൺമെന്റുകള് നോക്കൂ. ത്രിപുരയ്ക്ക് കൊടുത്തത് ഒരു പ്രദേശത്തുണ്ടാകുന്ന ദുരന്തത്തെയും ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ദുരന്തത്തെയും രണ്ടായി കാണണം. ആന്ധ്രയ്ക്ക് കൊടുക്കുന്നതും അങ്ങനെയാണ്. മുഴുവൻ ഉണ്ടാകുന്ന ദുരന്തത്തെ അങ്ങനെയാണ് കാണുക. പ്രശാന്ത് മലവേൽ, ത്രിപുരയിൽ എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ജീവനുകളുടെ എണ്ണത്തിനനുസരിച്ചാണെങ്കിൽ ഡോക്ടർ അരുൺ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, വാടകയ്ക്കൊക്കെ കിടന്ന് നെട്ടോട്ടമോടുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട ത്രിപുരയിൽ 40 കോടി, 37 നഷ്ടപ്പെട്ട തെലങ്കാനയ്ക്ക് 736 ജീവൻ നഷ്ടപ്പെട്ട കേരളത്തിന് വട്ടപൂജ്യമോ? ഒരു സംസ്ഥാനത്ത് ഒരുമിച്ചുണ്ടായിട്ടുള്ള ദുരന്തം ഒരു സംസ്ഥാനത്ത് അല്ലല്ല 2219 വരാൻ പോകുന്നുള്ളൂ. ആ PDNA പ്രകാരം ഫണ്ട് അനുവദിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. ഇവിടെ റഫീഖിന് മാത്രമല്ലല്ലോ മാനദണ്ഡമുള്ളത്, പിണറായി വിജയന് മാത്രമല്ലല്ലോ മാനദണ്ഡമുള്ളത്. അതിന് അതോറിറ്റി ഉണ്ട്, അതിന് കമ്മിറ്റി ഉണ്ട്. ഡോക്ടർ അരുൺ, നമ്മൾ തന്നെ ഇതിനു മുൻപ് സംസാരിച്ചതാണ്, നമ്മൾ തന്നെ ഡിബേറ്റിൽ പറഞ്ഞതാണ്. റഫീഖിന് മാത്രം മാനദണ്ഡം, പിണറായി വിജയന് മാത്രം മാനദണ്ഡം. മേപ്പുറ ഇല്ലാത്തൊരു തീപ്പൊരിയെ കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട. എന്ത് വേണമെങ്കിലും കൊടുത്തത് നവംബർ 13 കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ സമരം ഹെലികോപ്റ്ററിന്റെ ഓഗസ്റ്റ് 10 നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ചൂരൽമല മുണ്ടക്കയിലെത്തിയതല്ലേ? ഓഗസ്റ്റ് 10 തീയതി നമ്മുടെ പ്രധാനമന്ത്രി, അതായത് ഈ സംഭവം നടന്ന് 10 ദിവസത്തിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ചൂരൽമല മുണ്ടക്കയിലെത്തിയതല്ലേ? അതിതീവ്രമായിട്ടുള്ള ദേശീയ ദുരന്തമായ നമ്മൾ എന്തിനാണ് 7 മാസം എടുത്തത്? എന്തുകൊണ്ടാണ് 7 മാസം എടുത്തത്? പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ പണം കൊടുക്കാമായിരുന്നില്ലേ? PDNA-യിൽ നിന്ന് കൊടുക്കാമായിരുന്നില്ലേ? NDRF-ൽ നിന്ന് കൊടുക്കാമായിരുന്നില്ലേ? തരാനുള്ള മര്യാദ കാണിക്കണം നിങ്ങൾ. ഇതില് കൗതുകകരമായ കാര്യം പ്രശാന്ത്,
നമ്മൾ പലതവണ പലകുറി ചോദിക്കുമ്പോൾ ആദ്യം ഒരു നിമിഷം, ഒരു നികുതി പണം നിമിഷം. അങ്ങോട്ട് ഓഗസ്റ്റ് എടുത്ത് 17-ാം അവിടെ തീയതി മാനദണ്ഡങ്ങളില്ലേ? പ്രശാന്ത് മലവേൽ ഓഗസ്റ്റ് ശരി. ഒരു നിമിഷം പ്രശാന്ത് ഓഗസ്റ്റ് 17-ാം തീയതി നിങ്ങൾ പറഞ്ഞ 1202 കോടി രൂപ പ്രശാന്ത് ഒരു നിമിഷം നിങ്ങളെന്ന് വിളിക്കുന്ന ആരെയാണ്? അല്ല ഒരു നിമിഷം നവാസ് ഒരു നിമിഷം പ്രശാന്ത് ഓഗസ്റ്റ് 17-ാം തീയതി NDRF-ൽ നിന്ന് 1202 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്തെഴുതുന്നു എന്നാണ് പ്രധാനമന്ത്രി വന്ന 7 ദിവസത്തിന് ശേഷം. അപ്പോൾ പറയുന്നു പുതിയ ഗൈഡ് ലൈൻ വരുന്നു. ആ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ പ്രകാരം അപേക്ഷിക്കണമെന്ന് പറയുന്നു. അത് ജൂലൈ 18-ാം തീയതി ഓഗസ്റ്റ് 14-ാം തീയതി നിലവിൽ വരുന്ന ഗൈഡ് ലൈൻ. അതുപ്രകാരം PDNA നവംബർ 13-ാം തീയതി സർക്കാർ കൊടുക്കുന്നു 2221 കോടി. എന്താ തീരുമാനമാവാത്തത്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അത് കറക്റ്റ്. 2200 നോക്കൂ അരുൺ, ഇന്ന് വരെ ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ആളുകൾക്ക് ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടാണോ സാർ PDNA അനുവദിക്കുക? നിങ്ങൾ എത്ര ആളുകളെയാണ് താങ്കളുടെ ഭാഗം പറയുന്നു. 15 ലക്ഷം എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ? 15 ലക്ഷം എന്നുള്ളത് ഒരാൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ 15 ലക്ഷം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ആളുകളെ ശരി പ്രശാന്ത്, സമയം കിട്ടുമ്പോൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം വഴി പുതിയ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ടല്ലോ, കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം. 529 കോടി രൂപ കേരളത്തിന് വായ്പയായി കൊടുത്തതിന്റെ പേരിൽ ചാനൽ ചർച്ചകളിൽ ഞങ്ങൾക്കാണ് അഭിമാനക്ഷതം ഉണ്ടാവുന്നത്. അത് വായ്പയല്ലാതാക്കി മാറ്റണം എന്നെങ്കിലും നിങ്ങൾ BJP നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വന്നത്. അല്ലല്ല അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ താങ്കൾ അപമാനിച്ചു എന്നല്ല, മറ്റ് അതിഥികൾ നിങ്ങളോട് ചോദിക്കുന്ന മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് പ്രശാന്ത് എന്ന സുഹൃത്തിനെ ഞങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പറയണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നു. നോക്കൂ പ്രശാന്ത്, വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് ഞാൻ പ്രശാന്തിനോട് പറയുന്നത്. പ്രശാന്ത് മറുപടി ഇല്ലാതെ പോകുന്നത് കൊണ്ടല്ലേ ഈ 529 കോടി വായ്പയല്ലാതെ അനുവദിച്ചിരുന്നെങ്കിൽ നവാസിന്റെയും റഫീഖിന്റെയും ഈ ഇരിക്കുന്ന യൂനിസിന്റെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്തസ്സായിട്ട് ഉത്തരം പറയാമായിരുന്നില്ലേ? മറുപടിയാണ്. അല്ല പ്രശാന്ത്, കേരളത്തിന് തരാൻ പൈസ എന്താണ് അന്തസ്സ് കുറവ്? അല്ലെ 529 കോടി എന്താണ് അന്തസ്സ് കുറവ്? 215 കോടി രൂപ STRF-ലേക്ക് കൊടുത്തില്ലേ? 34 കോടി ഡബ്രിസ് മാറ്റാൻ കൊടുത്തില്ലേ? 153 കോടി IMCT റിപ്പോർട്ട് പ്രകാരം കൊടുത്തില്ലേ? 530 കോടി ഇവർ ആവശ്യപ്പെട്ടത് കൊടുത്തില്ലേ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. അത് കേന്ദ്ര സർക്കാർ ചെയ്തില്ലേ? ചെയ്തു സമരം ചെയ്തതിനു ശേഷം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് 64 ഏക്കർ ഭൂമി ഉണ്ടാക്കാൻ ഭയങ്കര പ്രശാന്തിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു. ഈ PDNA പ്രകാരം 2221 കോടി രൂപയുടെ കാര്യത്തിൽ മാനദണ്ഡ പ്രകാരം കേരളത്തിന് കിട്ടും എന്നുള്ള പ്രശാന്തിന്റെ പ്രതീക്ഷ ഞാനും പങ്കുവയ്ക്കുന്നു. ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അത് എത്ര കിട്ടുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അത് പ്രശാന്ത് പറഞ്ഞതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. Debate with Dr. Arun Kumar.